ഇന്നത്തേതൊരു കുക്കിംഗ് വീഡിയോ ആണേ. എന്നാ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് പേരൊന്നും അറിയാം. ഫ്രൈഡ് റൈസിന് ബിരിയാണിയിലുണ്ടായ ഒരു പ്രത്യേക സാധനം ഇടാൻ കേട്ടോ. കുറച്ച് സീ ഫുഡ് ഇരിപ്പുണ്ടായിരുന്നേ. അത് വെച്ചിട്ടൊരു ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. അതിനിടയ്ക്ക് എനിക്ക് വിശന്നേ. അപ്പോൾ കുറച്ച് അവോക്കാഡോ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അത് വെച്ചിട്ടൊരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു വലിയ അവോക്കാഡോ ആയിരുന്നേ. അതുകൊണ്ട് ഞാൻ 2 ജാറിനകത്താണ് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ജസ്റ്റിക്ക് ഒരെണ്ണം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പുള്ളി അത് കുടിക്കത്തൊന്നുമില്ല, കൊച്ചും കഴിക്കില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജ് വെച്ചു. നമുക്ക് ആവശ്യാനുസരണം കുടിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ അനിയൻ ഫ്രൈഡ് റൈസ് റെഡിയായി കേട്ടോ. ബിരിയാണിയുടെ അനിയനൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ലേ സീ ഫുഡ് വെച്ച ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഒന്നും എന്നോട് ചോദിച്ചേക്കരുത്, എനിക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്നും അറിയില്ല. കൈ തോന്നിയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാന്നേ. ഫോർക്ക് വേണോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിൽ ഏത് സാധനം ഉണ്ടാക്കി കൊടുത്താലും ജെന്യുവനായിട്ട് ഉത്തരം പറയുന്ന ഒരേ ഒരാളേ ഉള്ളൂ കേട്ടോ. ധീര അദ്ദേഹമാണ്. കൊടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ അപ്പം നല്ലതാന്ന് പറയും, ഒരു തംസപ്പും കാണും. അതിൽ കൂടുതൽ സന്തോഷം നമ്മൾ അമ്മമാർക്ക് എന്നാ വേണ്ടേ അല്ലേ? പിള്ളേർ ഓരോ സാധനം നല്ലതാന്ന് പറയുമ്പം അത് പിള്ളേർ തന്നെയല്ല, ആരാണേലും ഒരു സാധനം നല്ലതാന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു എന്താ പറയുന്നത്, ഒരു ത്വര. ആ ത്വര കിട്ടണമെങ്കിൽ ഇതുങ്ങളൊക്കെ വായിന്ന് വരണ്ടേ സാധനം നല്ലതാന്ന്. എനിവേ, കൊച്ചു കഴിച്ചും കഴിഞ്ഞിട്ട് പോയേ, അതിൻ്റെ ബാക്കി ഇരുന്ന് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ വീട്ടിലെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെ. എൻ്റെ എന്നല്ല, ഒരുമാതിരിപ്പെട്ട അമ്മമാരുടെ വണ്ണത്തിൻ്റെ മെയിൻ കാരണം എന്നാണെന്നറിയോ? ഈ മിച്ചം തീറ്റയാന്നേ. നമ്മൾ കഴിച്ചില്ല പിന്നെ കഴിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് ഇച്ചിരി കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ, അതിപ്പം ഞാൻ ഉണ്ടാക്കിയോണ്ടൊന്നും പറയുമൊന്നും അല്ലേ, എന്നെ മുടിഞ്ഞ ടേസ്റ്റ് ആയിരുന്നെന്നറിയാമോ? ഞാൻ പിന്നെയും കഴിച്ച് ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. വെൽഡൻ മൈ ബോയ്, വെൽഡൻ. അപ്പം ശരി, എന്നാൽ പോയച്ചു വരാം.